പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനമാണ്. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചു വരവിനെക്കുറിച്ചാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം പലപ്പോഴും ധ്യാനം കൂടി മാനസാന്തരത്തിലേക്ക് വന്ന് നല്ല ജീവിതം നയിക്കണമെന്ന് തീരുമാനിച്ച് ആ തീരുമാനത്തിൽ ഒരുപക്ഷെ ഒരാഴ്ച പിടിച്ചു നിൽക്കും. അത് കഴിയുമ്പോൾ നാം വീണ്ടും പാപത്തിൽ വീഴുകയും ആദ്യത്തേതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യാറുണ്ട്. നാം ധ്യാനം കൂടുമ്പോഴും അല്ലെങ്കിൽ വചനം വായിച്ച് ധ്യാനിക്കുമ്പോഴും ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി തെറ്റുകളിൽ നിന്ന് നാം പിന്തിരിയുമ്പോഴും തിന്മയുടെ ശക്തിയെ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വചനം നിറയ്ക്കാതിരുന്നാൽ, പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ ഈ തിന്മയുടെ ശക്തി നമ്മിലേക്ക് വീണ്ടും കടന്നുകൂടും. നന്മകൾ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വേലകൾ ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവരായി മാറുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുകയും നാം ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പറ്റുന്ന പരാജയം, നാം നല്ല തീരുമാനങ്ങൾ എടുക്കും, എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കാറില്ല. നമ്മുടെ ഹൃദയം ശൂന്യമായി കിടന്നാൽ, നാം അലസരായിരുന്നാൽ, നമ്മിൽ നിന്നും പുറത്തുപോയ തിന്മയുടെ ശക്തി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ആ ശക്തി നമ്മിലേക്ക് കടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ആ സാത്താൻ പോയി അവനേക്കാൾ ശക്തിയേറിയവരെയും കൊണ്ട് വീണ്ടും നമ്മെ ആക്രമിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും. അതാണ് അശുദ്ധാത്മാവ് തിരിച്ചു വരുന്ന കാര്യം തിരുവചനങ്ങളിൽ പറയുന്നത്. അതിനാൽ സാത്താന് നാം അവസരം കൊടുക്കരുത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മെ കെണിയിൽപ്പെടുത്താനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന സാത്താൻ നമുക്ക് ചുറ്റിനുമുണ്ട്. നാം നന്മയിലേക്ക് പോകണമെന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിനായി കഠിനമായി പരിശ്രമിക്കണം. പ്രാർത്ഥനയിലൂടെയും അതുപോലെ വചനം ഹൃദയത്തിൽ നിറച്ചുകൊണ്ടും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടും നല്ല ചിന്തകളിൽ നാം മുഴുകിയിരിക്കുമ്പോൾ, അലസരാകാതിരിക്കുമ്പോഴാണ് നമ്മിൽ സാത്താന് കടക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവവചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ജാഗരൂകരായിരിക്കുകയും ചെയ്യണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.